ഹലോ നമസ്കാരം, ഞാൻ രമേഷ് പി നായർ. മെട്രോ ലാൻഡ് റിയൽറ്റേഴ്സ് ആൻഡ് ഹോം കെയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എറണാകുളം ജില്ലയിൽ അങ്കമാലി മൂക്കന്നൂരിലുള്ള ഒരു മനോഹരമായ ഒരു വീടാണ്. 7.5 സെന്റ് സ്ഥലത്ത് 2200 സ്ക്വയർ ഫീറ്റിൽ 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടിയ അതിമനോഹരമായി ചുറ്റുമതിലോട് കൂടിയ ഒരു സുന്ദര മനോഹരമായ ഒരു യൂസ്ഡ് ഹൗസാണ് ഇത്. അങ്കമാലി മൂക്കന്നൂർ കൊറോന പള്ളിക്ക് വളരെ അടുത്തായി വെറും 200 മീറ്ററിനുള്ളിൽ നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അതിസുന്ദരമായി പെയിന്റിംഗ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടാണ് ഇത്. ഈ മനോഹരമായ വീടിന് ഉടമ ചോദിക്കുന്ന വില 60 ലക്ഷം രൂപയാണ്. വില സ്ലൈറ്റ്ലി നെഗോഷ്യബിളുമാണ്. ഈ വീടിന്റെ മുൻഭാഗത്തായി വിശാലമായ ഒരു ടാറിംഗ് റോഡാണ് കടന്നു വരുന്നത്. വീടിന്റെ മുൻഭാഗത്ത് ഒരു സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഫോൾഡിംഗ് ഗേറ്റുമാണ് ഈ ഭാഗത്തായി കൊടുത്തിട്ടുള്ളത്. കൂടാതെ നമുക്ക് വീടിനകത്തേക്ക് നടന്നു പോകുന്നതിനായി ഒരു വിക്കറ്റ് ഗേറ്റുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മുറ്റമെല്ലാം ടൈൽ പാക്കി മനോഹരമാക്കിയിട്ടുള്ളതും ഗാർഡൻ സെറ്റ് ചെയ്യുന്നതിന് പ്രത്യേകം കെട്ടിത്തിരിച്ചിട്ടുള്ളതുമായ ഒരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊരു വലിയ വാഹനത്തിനും പാർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കവേർഡ് കാർപോർച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വീട്ടിലേക്ക് പ്രവേശിച്ചാൽ മുൻഭാഗത്തായി ഒരു വിശാലമായ ഒരു സിറ്റ് ഔട്ടും സിറ്റ് ഔട്ടിന്റെ ഈ ഭാഗത്തായി ബെഞ്ചുകളും പിടിപ്പിച്ചിട്ടുണ്ട്. വീട് എന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. അത് എല്ലാവർക്കും യാഥാർത്ഥ്യമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് മെട്രോ ലാൻഡ് റിയൽറ്റേഴ്സ് ആൻഡ് ഹോം കെയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട്ടിലേക്ക് പ്രവേശിച്ചാൽ മുൻഭാഗത്തായി തേക്കിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു ഒറ്റ പാളിയിലുള്ള ഒരു ഫ്രണ്ട് ഡോറാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് ലിവിംഗ് ഏരിയയുടെ സ്ഥാനം. ഇതാണ് വിശാലമായ ഡൈനിങ് ഏരിയ. ഇവിടെയാണ് വാഷ് ഏരിയയുടെ സ്ഥാനം. ഇവിടെ മിറർ കൊടുത്ത് സ്റ്റോറേജ് ഏരിയ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. താഴത്തെ നിലയിലെ 1ാമത്തെ ബെഡ്റൂമാണിത്. വിശാലമായ വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇവിടെയായി ഒരു ഡ്രസ്സിംഗ് ഏരിയയുടെ സ്ഥാനം ഇവിടെയാണ്. ഈ വീഡിയോയിൽ വെളിച്ചം കുറച്ച് കുറവായിരിക്കും. ഇപ്പോൾ ഇവിടെ കറണ്ട് ഇല്ലാത്ത ഒരവസ്ഥയാണ്, അതുകൊണ്ടാണ്. ഇതാണ് താഴത്തെ നിലയിലെ 2ാമത്തെ ബെഡ്റൂം. ഇതും വളരെ വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ്. ഇവിടെയാണ് വാഷ് ഏരിയയുടെ സ്ഥാനം. ഇവിടെ ഒരു ഡ്രസ്സിംഗ് റൂം ഇവിടെ കിട്ടുന്നു. ഇവിടെയാണ് വിശാലമായ കിച്ചൺ. അതിമനോഹരമായി പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു കിച്ചൺ സ്ലാബ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഗ്രാനൈറ്റിലാണ്. താഴെയായി നിറയെ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. മുകളിലായും നിറയെ സ്റ്റോറേജ് ഏരിയ ഉണ്ട്. ഇതൊരു ക്രോക്കറി ഷെൽഫാണ്. ഇവിടെയാണ് വർക്ക് ഏരിയ കൊടുത്തിട്ടുള്ളത്. ഇവിടെയും ഒരു സിങ്ക് കൊടുത്ത് ഒരു എൽ ഷേപ്പിൽ ഗ്രാനൈറ്റ് കൊടുത്ത് വളരെ ഭംഗിയായിട്ടുള്ള ഒരു സെക്കൻഡ് കിച്ചൺ ആണ് ഇത്. ഈ ഭാഗവും നമുക്ക് വേണമെങ്കിൽ വർക്ക് ഏരിയ ആയിട്ട് യൂസ് ചെയ്യാം. ഇവിടെയും ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്ലാബ് കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. സ്റ്റെപ്പിൽ ടൈലുകൾ വിരിച്ച് സ്റ്റീലിന്റെ ഹാൻഡ് റെയിൽ കൊടുത്ത് അതിമനോഹരമാക്കിയിട്ടുള്ള ഒരു സ്റ്റെയർകേസ് ആണ്
ഇവിടെ കിട്ടുന്നത്. മുകളിലേക്ക് കടന്നു വന്നാൽ ഇവിടെയായി ഒരു അപ്പർ ലിവിംഗ് ഏരിയ കിട്ടുന്നു. അപ്പർ ലിവിംഗ് ഏരിയയിൽ നിന്ന് ഇവിടെയായി ഒരു വലിപ്പമുള്ള ഒരു ബെഡ്റൂം ഇവിടെയും കിട്ടുന്നു. ഇവിടെയാണ് വാഷ്റൂമിന്റെ സ്ഥാനം. ഈ ബെഡ്റൂമിൽ നിന്ന് ഇവിടെ വളരെ വിശാലമായ ഒരു ബാൽക്കണി, ഫ്രണ്ട് ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കുറച്ച് ഏരിയ ഓപ്പൺ ടെറസ് ഏരിയ കിട്ടുന്നുണ്ട്. ഇതാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം, അതായത് ഈ വീടിന്റെ 4ാമത്തെ ബെഡ്റൂം. വളരെ വലുപ്പമുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെയും കിട്ടുന്നത്. ഇവിടെയായി ഒരു വാഷ്റൂം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയയും കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരു ഓപ്പൺ ടെറസ് ഏരിയ കിട്ടുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള നല്ല ഒരു വിശാലമായ ഒരു ഏരിയയാണ് നമുക്കിവിടെ കിട്ടുന്നത്. മുകളിലത്തെ നിലയിലെ ബാക്ക് സൈഡ് ആണിത്. ഇവിടെയായി നമുക്ക് ഒരു യൂട്ടിലിറ്റി ഏരിയ കിട്ടുന്നുണ്ട്. ഡ്രസ് വർക്ക് എല്ലാം ചെയ്ത് വളരെ മനോഹരമാക്കി വെച്ചിട്ടുള്ള ഒരു യൂട്ടിലിറ്റി ഏരിയ ആണ്. ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കുന്നതിന് അവിടെ ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ചുറ്റും ഗ്രിൽ വർക്കുകൾ ചെയ്ത് കവർ ചെയ്തിട്ടുണ്ട്. ഈ വീടിന്റെ റിനോവേഷൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇവിടെ ക്ലീനിങ് വർക്കുകളെല്ലാം ബാക്കി ചെയ്യുവാനുണ്ട്. മാർക്കറ്റ്, സ്കൂൾ, ഹോസ്പിറ്റൽ, ആരാധനാലയങ്ങൾ എന്നീ എല്ലാവിധ സൗകര്യങ്ങളും ഈ വീടിന്റെ തൊട്ടടുത്തായി തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. മൂക്കന്നൂര് ടൗണിന് വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്നതും അങ്കമാലി ടൗണിലേക്ക് വെറും 5 കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം. ബസ് സ്റ്റോപ്പിന് വളരെ അടുത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. വെറും 200 മീറ്റർ മാത്രമേ ഈ വീട്ടിലേക്ക് ദൂരമുള്ളൂ. ഈ വീട്ടിൽ ജലസ്രോതസ്സിനായി വെൽ വാട്ടറും വാട്ടർ അതോറിറ്റിയുടെ കണക്ഷനുമാണ് കൊടുത്തിട്ടുള്ളത്. ശാന്തമായ ഒരു ചുറ്റുപാടിനും മാലിന്യമുക്തമായ ഒരു അന്തരീക്ഷത്തിനും പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലുമാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 8 വർഷം മാത്രം പഴക്കമുള്ള ഒരു യൂസ്ഡ് ഹൗസാണ് ഇത്. എറണാകുളം ജില്ലയിൽ അങ്കമാലി മൂക്കന്നൂരിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീട് 7.5 സെന്റ് സ്ഥലത്ത് 2200 സ്ക്വയർ ഫീറ്റിൽ 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടിയ അതിസുന്ദര മനോഹരമായ ഈ വീടിന് ഉടമ ചോദിക്കുന്ന വില 60 ലക്ഷം രൂപയാണ്. ഈ വീട് നിങ്ങൾക്കും സ്വന്തമാക്കാവുന്നതാണ്. നിങ്ങൾക്ക് മറ്റൊരു വീടോ സ്ഥലമോ ആണ് വേണ്ടതെങ്കിൽ, നിങ്ങളുടെ മറ്റൊരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കായി ഉണ്ടെങ്കിലും ഞങ്ങളുടെ നമ്പറിൽ വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ മറ്റേതെങ്കിലും പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കായി ഉണ്ടെങ്കിൽ, വീടാകട്ടെ, സ്ഥലമാകട്ടെ, കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയോ മറ്റെന്തുമാകട്ടെ, ഇതുപോലെ വീഡിയോ ആയി എടുത്ത് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ആഡ് കൊടുക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ നമ്പറിൽ വിളിക്കാവുന്നതാണ്. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോയും മുഴുവനായി കാണുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും OLX-ലും ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക. നമസ്കാരം.